ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നല്ല അടിപൊളിയായിട്ട് ഒരു റെസിപ്പി നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ തൊട്ടോടെ ഓളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ വീഡിയോത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ തുടങ്ങുക. അപ്പോൾ സമയത്തൊന്നും കളയണ്ട. അപ്പോൾ എല്ലാവരും വായോ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക. ആകെ നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു കടായി എടുക്കുക. ഈ കടായത്തിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 500 ml പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏത് പാൽ നിങ്ങൾ യൂസ് ചെയ്യണ്ടല്ലേ ഡെയിലി യൂസിൽ ആ പാൽ എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര. അപ്പോൾ നമ്മുടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് നല്ല സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അത് കാരണം നമ്മൾക്ക് ഇതിലേക്ക് നന്നായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മുടെ കണ്ടൻസ് മിൽക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഈ 2 പഞ്ചസാരയും പിന്നെ പാലെടുത്തിട്ട് നമ്മുടെ കടയിൽ വാങ്ങിക്കുമ്പോൾ ശരിക്കും നമ്മൾക്ക് ഇത് 150 അല്ലെങ്കിൽ 120 രൂപ കൊടുത്തിട്ട് നമുക്ക് ഒരു ടിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ആകെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു 30 രൂപ അല്ലെങ്കിൽ 35 രൂപേൻ്റെ ഉള്ളിൽ നമ്മുടെ കണ്ടൻസ് മിൽക്ക് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സ്വീറ്റ്സും കേക്കോ അല്ലാണ്ട് ഐസ്ക്രീം ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കടയിൽ അടുപ്പിൽ വെച്ചിട്ട് നല്ല ബോയിലിംഗ് വന്നിട്ടുണ്ട്. പാല് നന്നായിട്ട് നമ്മൾക്ക് ഇനി കണ്ടിന്യൂ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് വേറെ പനിക്ക് ഇതൊന്നും നിൽക്കണ്ട. സ്ഥിരമായിട്ട് നമ്മുടെ അവിടെ നിന്നിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതന്നെ നമ്മൾക്ക് പാലല്ലേ പൊങ്ങി വരുമോ, പൊങ്ങി പോവും താഴെ ചെയ്തിട്ട്. അത് കാരണം അവിടെ ഇത്തിരി പാത്രം വലുതെടുക്കണം. പിന്നെ നന്നായിട്ട് ഇതാ ഇപ്പോൾ കൺസിസ്റ്റൻസി മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ നന്നായിട്ട് നേരത്തെ എങ്ങനെയുണ്ട് ഇപ്പോൾ നല്ല 3 കളർ ഇതൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് നല്ല ബബിൾസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കണ്ടൻസ് മിൽക്ക് തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇനി സ്പൂണിൽ നല്ല കോട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പൂണിൽ ശരിക്കും അറിഞ്ഞില്ല, ഞാൻ വേറെ ഓരോ സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്തിട്ട് നിങ്ങൾക്കൊന്നും കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കോട്ടാക്കുമ്പോൾ സ്പൂണ് നന്നായിട്ട് ബാക്കിൽ ഇങ്ങനെ കോട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കോട്ടിങ് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനി ഇതിലേക്ക് ജാസ്തി കുക്ക് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഇത്രയും നമ്മുടെ കുക്ക് ആയ ശേഷം പിന്നെ നമുക്ക് ഇനി ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ടല്ലേ, ഇനി ഇതിലേക്ക് നമ്മുടെ നമുക്ക് സോഡപ്പൊടി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത്രയും സോഡപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കുറച്ച് കൂടെ ഫ്ലഫിനെസ്സും പിന്നെ സ്മൂത്ത് നല്ല ക്രീമിനെസ് ആയിട്ട് നമ്മൾക്ക് കണ്ടൻസ് മിൽക്ക് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ചട്ടി നല്ലോണം ചൂടുണ്ട്. അത് കാരണം നമ്മൾക്ക് ഇനി വേറെ പാത്രത്തിൽ മാറ്റി വയ്ക്കുക. അത് പാത്രത്തിൽ മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ഒരു 5-6 മിനിറ്റ് നല്ല കുറച്ച് റൂം ടെമ്പറേച്ചറിൽ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ലൈറ്റ് ചൂടാവില്ലേ. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്രീമിനെസ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓവർ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സിയിൽ ക്രഷ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ക്രീമിനെസ് ആയിട്ട് തന്നെ കണ്ടൻസ് മിൽക്ക് കിട്ടും. പിന്നെ കുറച്ച് ഇതേപോലത്തെ ഒരു തരിപ്പ് നിങ്ങൾക്ക് അതിൽ ഫീൽ വരുന്നുണ്ട്, തരിപ്പ് പോലെ വന്നിട്ടുണ്ട്. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മിക്സിയിൽ ഇതാക്കുക, എന്നിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതേ ഇതാവും. പിന്നെ കുറച്ച് കട്ടിയായാൽ 3 പാൽ മിക്സാക്കിയിട്ട് മിക്സിയിൽ മിക്സാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കണ്ടൻസ് മിൽക്ക് കിട്ടും കേട്ടോ വീട്ടിലേക്ക്. പക്ഷെ ഞാൻ പറഞ്ഞ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് വീട്ടിൽ കണ്ടൻസ് മിൽക്ക് തയ്യാറാക്കി എടുക്കുക. പിന്നെ നിങ്ങൾ ഇനി എന്ത് സ്വീറ്റ്സും ഐസ്ക്രീമോ കേക്കും എന്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിൽ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. പിന്നെ നമുക്ക് 1 പാക്കറ്റ് പാലും പിന്നെ 1 കപ്പ് പഞ്ചസാരയ്ക്ക് ഇത്രയും ഒരു ബൗളിൽ ഫുള്ളായിട്ട് നമുക്ക് കണ്ടൻസ് മിൽക്ക് തയ്യാറാക്കി എടുത്തില്ലേ. ഇത്ര എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് എന്ത് സ്വീറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് അത് സ്വീറ്റ്സ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ചിട്ട് അഭിപ്രായം പറയാൻ പിന്നെ തീരെ മറക്കണ്ട. ഇതേപോലത്തെ നല്ല അടിപൊളിയായിട്ട് കണ്ടൻസ് മിൽക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ടിന്ന് വാങ്ങിക്കുമ്പോൾ ആകെ ഒരു
ചെറിയ വ്യത്യാസം ഉണ്ടാവും കളറിൽ. നമ്മുടെ ഏതൊരു കളർ ഇതൊന്നും ഇതിൽ മിക്സ് ചെയ്തിട്ടില്ല. ഇത് നാച്ചുറലായിട്ട് നമുക്ക് പാല് പഞ്ചസാരൻ്റെ ഈ കളർ വന്നിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് വേറെ ഏത് കളർ ഇതൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. ആ ടിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ച് യെല്ലോ കളറിൽ ഇതൊക്കെ ആയിട്ട് നമ്മൾ കാണും. പക്ഷെ വീട്ടിൽ ഇത് അത്രയും മാത്രം വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല അടിപൊളി സംഭവം. ഇനി അടുത്ത വീഡിയോക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി.